ഹലോ ഗൈസ്, SK വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പങ്ങായും മത്തങ്ങായും കൊണ്ടുള്ള ഒരു പ്രഥമനാണ്. അത് തയ്യാറാക്കുന്നത് അമ്മച്ചിയാണ്. ഇത് അമ്മച്ചിയുടെ അതൊക്കെ കൈ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സദ്യമ ഇത് എന്നാക്കിണ്ടിരിക്കും? അത് നമ്മളൊരു പ്രഥമൻ ഇണക്കാൻ പോവുകയാണ്. അത് കപ്പങ്ങായും മത്തങ്ങായും പഴവും ക്യാരറ്റും ഇത് ചേർത്താണ് നമ്മൾ ഇന്നൊരു പ്രഥമൻ ഇണക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് അരിപ്പൊടി, തേങ്ങാപ്പാൽ, ശർക്കര പാനിയാക്കിയത് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കയറുമ്പോൾ കാണിച്ചു തരാം. ഇത് മത്തങ്ങായും കപ്പങ്ങായൊക്കെയാണ്. കപ്പങ്ങായും ക്യാരറ്റും കപ്പങ്ങായും മത്തങ്ങായും നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. കുഴപ്പമില്ല, കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ വേവിക്കുന്നത്. പഴം നമ്മൾ നെയ്യിൽ വരട്ടിയാണ് ഇത് ചേർക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ചൂള കേട്ടാൽ മതി. വെന്ത് കലങ്ങണതാണ് ഇത് എല്ലാ സാധനവും. നമ്മൾ പ്രഥമൻ ഇണക്കുന്നതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അത് നെയ്യിലാണ് ഈ പഴം വരട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ വേവിക്കുന്നതും ചേർക്കുന്നത്. അപ്പം നമ്മൾ 1 കപ്പ് പൊടി എടുത്ത് അത് ഒരു അടയുടെ മോഡലിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, 1 തേങ്ങയുടെ പാൽ, 1 ബോൾ ശർക്കര ഉരുക്കിയത്, പിന്നെ നെയ്യിലാണ് നമ്മൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ നെയ്യൊഴിച്ചാണ് ഇത് വരട്ടുന്നത്. അപ്പം അതിനുള്ള നെയ്യൊഴിച്ച് ആദ്യം നമുക്ക് ഇത് മൂപ്പിച്ച് മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇത് നെയ്യിൽ മൂപ്പിച്ച് മാറ്റി വെക്കാം. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് നെയ്യുടെ അകത്തേക്ക് ഇടുകയാണ്. നമ്മൾ മത്തങ്ങായും കപ്പങ്ങായും ക്യാരറ്റും കൂടെ കുക്കറിൽ വേവിച്ചത് നമുക്കിതിലേക്ക് മറിച്ച് നമുക്ക് ഈ ഉരുളിക്കകത്തായിട്ടൊന്ന് ഈ വരട്ടിയെടുക്കണം. ഇത് വെന്തിരിക്കുകയാണ് കറക്റ്റായിട്ട്. ഇല്ല, 2 ചൂള കേട്ടുള്ളൂ. ഉണ്ടോ? വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉരുളിക്കകത്തേക്ക് പകർത്താം. നമ്മളിനി ഈ പൊടി അട മോഡലിൽ നമ്മൾ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. അരിപ്പൊടി. ഇനി ഇത് അഴയണമെങ്കിൽ തേങ്ങാപ്പാലും ഈ പാനിയാക്കിയ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ റെഡിയാവും. നമ്മളിത് പാനി ഒഴിക്കുകയാണ്.
ഇനി നമുക്ക് പാലൊഴിക്കാം. ഒരു ഗ്ലാസ് പാല് മതി. ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ മതി. നമുക്ക് ഇതിനോട് ചെറുതാണ്ടോ വേണ്ട, ഇത് ഇങ്ങനെയാണ്, ഇതിൻ്റെ റേറ്റ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. ആറിയാലേ നല്ലപോലെ തടിക്കുള്ളൂ. ഇതിപ്പോൾ ഒരു അഴവിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് ആറുമ്പോഴേ നന്നായിട്ട് ഇരുന്നോളൂ, നന്നായിട്ട് കറക്റ്റ് ചെയ്തോളൂ. നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. ഞങ്ങൾ ഇന്ന് കപ്പങ്ങയും ക്യാരറ്റും മത്തങ്ങയൊക്കെ കൂടിയുള്ള ഒരു പ്രഥമനാണ് ഇന്ന് ഇണക്കിയത്. അതിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഏലക്ക ചേർക്കാൻ മറന്നുപോയി. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.